ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാൻ സ്കൂൾ തുറക്കണേൻ്റെ +1 റിസൾട്ട് വരണേൻ്റെ തലേന്ന് ദിവസം എടുത്ത ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഇന്നാണ് ഞാൻ ഓവർ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും എന്നോട് ചോദിച്ചതാണ് +1 റിസൾട്ട് എന്താണെന്ന്. അപ്പോൾ +1 റിസൾട്ടിൻ്റെ റിയാക്ഷൻ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പെട്ടെന്ന് തന്നെ കുറേ ട്രൈ ചെയ്ത് സൈറ്റിന് ലാസ്റ്റാണ് സൈറ്റ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് 2 A+ഉം 4 Aയും ആണ് ഇട്ടുള്ളത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച അത്ര കിട്ടിയിട്ടില്ല, എന്നാലും ഓക്കെയാണ്. അപ്പോൾ നിങ്ങളെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ആൻഡ് 86% ഉണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് 5 A+ഉം 1 Aയും ആണ്. ഫിസിക്സിൽ ആണ് ഞാൻ A പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ A ആയി, ബാക്കി 3 A+ ആയിരുന്നു. ബയോളജിയിൽ A+ന് 1 മാർക്ക് എങ്ങാനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി വന്ന 3 ഞാൻ എന്തായാലും ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയെടുക്കും ഇൻഷാ അല്ലാ. അങ്ങനെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇനി ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ എണീറ്റു. ആദ്യം തന്നെ എനിക്ക് വാർഡ്രോബും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. റൂം കുറേ കാലമായിട്ടോ ഞാനിങ്ങനെ വാർഡ്രോബൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട്. പിന്നെ എന്നും നമ്മൾ ക്ലീൻ ആക്കുന്ന ഒരു ഏരിയ ആണ് എൻ്റെ സ്റ്റഡി ടേബിൾ എന്ന് പറയുന്നത്. അത് പഠിച്ചു കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ അത് മെസ്സാവും. പിന്നെ എന്നും ഇങ്ങനെ വൃത്തിയാക്കാൻ എനിക്കൊരു മടിയുമാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് ഓരോ ദിവസം കൂടുമ്പോൾ അങ്ങനെയാണ് വൃത്തിയാക്കാറുള്ളത്. അങ്ങനെ സ്റ്റഡി ടേബിളും ഡ്രോയറും അതിൻ്റെ അടിയിലുള്ള ഷെൽഫും കാര്യങ്ങളൊക്കെ ഞാൻ നീറ്റാക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ തലേ ദിവസം എൻ്റെ ഇതിൻ്റെ പെരുന്നാൾക്കുള്ള ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കവറും പിന്നെ വൃത്തിയാക്കിയതിൻ്റെ കച്ചറ അങ്ങനെ എല്ലാതും കൂടി ആയിട്ട് റൂമാകെ ഫ്ലോർ മാത്രം ഭയങ്കര മെസ്സായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി അത് അടിച്ച് വാരി തുടക്കാൻ മാത്രമേ ഉള്ളൂ അടുത്ത പണി. അപ്പോൾ രാവിലെ നീച്ചപ്പോൾ നല്ല മഴയായിരുന്നു. ഇതിപ്പോൾ നല്ല വെയിൽ കേട്ടോ. വെതർ വെറുതെ ഇങ്ങനെ എക്സ്ചേഞ്ച് ആയി കളിക്കുകയാണ്. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റു. ഞാൻ നേരെ നിസ്കരിച്ച് എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ നേരെ വൃത്തിയാക്കാനാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ടൈമായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടും ചിക്കൻ കറിയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്പെഷ്യലായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കലും ഒരു കൈ കൊണ്ട് കറി വയ്ക്കുന്നതുമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് കറിയൊക്കെ ചിതറി പോകുന്നത്. അങ്ങനെ അമ്മ ചായയൊക്കെ ഒഴിച്ചു തന്നു. ഞാൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഞാൻ അടുത്ത പണിയിലോട്ട് പോയി. കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് പണി തീർക്കേണ്ടതാണ്. കാരണം എനിക്ക് റെക്കോർഡ് എഴുതാനുണ്ട്. അങ്ങനെ ഞാൻ എന്താ പറയുക, റൂമൊക്കെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് ക്ലീൻ ആക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ദിവസമായി എൻ്റെ നിസ്കാരപ്പാടം തിരുമ്പിയിട്ടിട്ട്, അപ്പോൾ അതൊന്ന് തിരുമ്പിയിടാൻ പോയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അത് കഴിഞ്ഞ് വന്നിട്ട് അത് മെഷീനിലൊന്ന് ഉണക്കാട്ടു. കാരണം മഴ എപ്പോഴാണ് ചതിക്കാമെന്നറിയില്ല. അപ്പോൾ ഞാൻ മെഷീനിൽ ഉണക്കാട്ടിട്ട് വെയിലത്തിട്ടാണ് കേട്ടോ. വെയിൽ പോകുമ്പോഴത്തേനതൊന്ന് ഉണങ്ങി കിട്ടട്ടെ വെച്ചിട്ട്. അങ്ങനെ പിന്നെ ഞാൻ തുടച്ചു, അത് ഉണക്കാനിട്ടു. അങ്ങനെ പിന്നെ കുളിക്കുന്നതിന് മുമ്പ് ഞാൻ വന്നുകൊണ്ട് ജസ്റ്റ് കുറച്ച് നേരം റെക്കോർഡ് എഴുതിയിട്ട് കുളിക്കാൻ പോകാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം റെക്കോർഡൊക്കെ എഴുതിയല്ല, വരച്ചാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുളിച്ചൊക്കെ വന്നപ്പോൾ ഉമ്മ നേരെ ഫുഡ് കഴിക്കാൻ പോയി. കാരണം എനിക്കിപ്പോൾ തന്നെ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ നീറ്റിൻ്റെ സുവോളജിൻ്റെ ക്ലാസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ലിവിങ് വേൾഡും ആനിമൽ കിങ്ഡവും. ബട്ട് ഞാനത് ഫുള്ളൊന്നും കണ്ടിട്ടില്ല. എനിക്ക് കാണാൻ പറ്റുന്നത് വരെ ഞാൻ കണ്ടു. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ പിന്നെ ഒരു ഈവനിങ് ടൈം ആയപ്പോൾ നമ്മളെ പ്രെയർ ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം വേണം എനിക്ക് എൻ്റെ ക്ലോത്ത്സ്, തിരുമ്പിയിട്ട തുണികൾ എനിക്ക് മടക്കി വെക്കാനുണ്ട്. അപ്പോൾ അതും മടക്കി വെച്ചു. അങ്ങനെ ഇപ്പോൾ ഒരു ഈവനിങ് ടൈം ആയപ്പോൾ ഉമ്മ ചായ കുടിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ടീ ടൈമാണ് കേട്ടോ അപ്പോൾ. അപ്പോൾ ഞാൻ വല്ലാണ്ട് അധികം ഉച്ചക്ക് ഫുഡ് കേൾക്കാത്തതുകൊണ്ട് ഫ്രഞ്ച് ഫ്രൈസും കെച്ചപ്പുമായിരുന്നു വൈകുന്നേരത്തെ ചായക്കുണ്ടായിരുന്നത്. അങ്ങനെ അതും കഴിച്ചിരിക്കുമ്പോഴാണ് ദാനിഷിന് കരാട്ടെ കഴിഞ്ഞ് വന്നപ്പോൾ അവൻ്റെ യെല്ലോ ബെൽറ്റ് കിട്ടിയതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇട്ട് വന്നത്. അപ്പോൾ അത് ജസ്റ്റ് കാണിച്ചു തന്നെയാണ്. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഉമ്മാനായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഒരു 6:50
അപ്പോഴാണ് പിറ്റേ ദിവസം നമുക്ക് സ്കൂളുണ്ടല്ലോ. അപ്പോൾ സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്ന ടീച്ചേഴ്സ് പോവാണ്, ഓൾ ദി ബെസ്റ്റൊക്കെ പറഞ്ഞ് പോകുന്നതും പിന്നെ നാളെ എവിടെയാണ് ഇരിക്കേണ്ടത്, എപ്പോഴാണ് എത്തേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് അതിൻ്റെ ഇടയിലൊരു മെസ്സേജ് കണ്ടത്, നമുക്ക് നാളെയാണല്ലോ റിസൾട്ട് വരുന്നത്. എന്തായാലും റിസൾട്ട് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് ഞാൻ കാണിച്ചതാണ്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെയും പ്രെയർ ടൈം ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ നാളത്തെ ദിവസമൊക്കെയുള്ള യൂണിഫോം ഇട്ടിട്ടില്ല. കുറേ കാലത്തിന് ശേഷം അതും കണ്ടെടുത്തപ്പോൾ ഭയങ്കര ചുളുങ്ങിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിങ്ങനെ നിവർത്തി കിട്ടാൻ ഞാൻ പെട്ട പാടെ എനിക്കേ അറിയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം നമ്മൾ റെക്കോർഡ് എഴുതി കഴിഞ്ഞു. പിന്നെ എനിക്ക് ബോറടിച്ചു, അങ്ങനെ നിർത്തി വെച്ച് കുറച്ച് നേരം ഫോണൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഡിന്നർ ടൈമായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, നമ്മൾ നേരെ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നാളെ എന്തായാലും ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. അപ്പോൾ നേരത്തെ എണീക്കണം, ഇനി മുതൽ എന്നും നേരത്തെ എണീക്കണം. ഇത്രയും ദിവസം ട്യൂഷന് ലീവൊക്കെ ആയപ്പോൾ കുറച്ച് ലേറ്റായിട്ടായിരുന്നു എണീച്ചിരുന്നത്. അപ്പോൾ ഇനി നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 അലാറം വെച്ചിട്ടുണ്ട്, ഒന്ന് 5:30ക്കും ഒന്ന് 5:45ക്കും. 5:45ക്ക് എണീക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും 5:30ക്ക് തന്നെ അലാറം വെക്കണം, എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എണീക്കില്ല. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു ഗായ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ്. ഞാനൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് പെട്ടെന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.